റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ എന്തൊരു തിടുക്കമാണ് അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും. എന്നാൽ എന്തുകൊണ്ടാണ് ഫലസ്തീൻ പ്രശ്നത്തിൽ യൂറോപ്യൻ യൂണിയന് ശക്തമായി ഒരു കാര്യം ഉന്നയിക്കാൻ കഴിയാത്തത്? അമേരിക്കയാണെങ്കിൽ ഫലസ്തീനെ തകർക്കാൻ കൂട്ടുനിൽക്കുകയാണോ? ഇപ്പോൾ ഇതാ ഇസ്രയേൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് നിർബന്ധിത സൈനിക പ്രവർത്തനം, സൈനിക സേവനം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾക്കെതിരെ ഓർത്തഡോക്സ് ജൂതവംശത്തിൽപ്പെട്ടിട്ടുള്ള 1000-ലേറെ ആളുകൾ അവിടെ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ അത് വലിയ രീതിയിലുള്ളൊരു സൂചനയാണ് നൽകുന്നത്. ഇസ്രയേലി ഭരണകൂടത്തിനെതിരെയുള്ള നീക്കമാണോ ഇത് എന്ന് സംശയിച്ചു പോകുന്ന സാഹചര്യമാണ്. ഇസ്രയേലിൽ ഒരു റെജീം ചേഞ്ച് അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം, അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്ന പദ്ധതി തന്നെയാണ്. റഷ്യയും അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇസ്രയേലിലെ തെമ്മാടി ഭരണകൂടത്തെ അടിച്ചമർത്തുക, ആട്ടി ഓടിക്കുക, അതിന് ഏതറ്റം വരെ പ്ലാൻ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണവർ. ഇപ്പോഴത്തെ കാര്യങ്ങൾ ഓർത്താൽ നമുക്ക് മനസ്സിലാകും. ഇസ്രയേലി ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരെ നിലനിർത്താൻ പ്രേരിപ്പിക്കുന്ന ഈ യുദ്ധമാണ്. ബെഞ്ചമിൻ നെതന്യാഹു എന്ന അഴിമതിക്കാരനായ ഭരണാധികാരിക്ക് അതിർത്തിയിൽ യുദ്ധമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നൊരവസ്ഥയാണ്. ഫലസ്തീന് ഒരിക്കലും അവർക്ക് സമാധാന അന്തരീക്ഷം ഒരുക്കി കൊടുക്കരുത്. അവരെ എപ്പോഴും പിച്ചു ചീന്തിക്കൊണ്ടേയിരിക്കണം, വംശഹത്യ തുടർന്നുകൊണ്ടേയിരിക്കണം. ഇതാണ് ഈ കഴുകൻ കണ്ണുമായി ഇരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. റസബ് തായിബ് എർദോഗൻ എന്ന തുർക്കിയുടെ പ്രസിഡന്റ് ജർമ്മൻ ചാൻസലറെ വിളിച്ച് കൃത്യമായി കൂടിക്കാഴ്ച നടത്തി ഒരു പരിഹാരമുണ്ടാക്കണം. യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നും ജർമ്മനിയെ പോലുള്ള രാജ്യങ്ങൾ ശക്തമായി ഇതിനെതിരെയുള്ള നടപടികൾ ആരംഭിക്കണം. ഒരിക്കലും ഫലസ്തീൻ്റെ മോചനം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇസ്രയേലിനെയും അമേരിക്കൻ ശക്തിയെയും പിന്തിരിപ്പിക്കാൻ മറ്റു പല വഴികൾ ആലോചിക്കുകയാണ് അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ തുർക്കിയും. നമുക്കറിയാം, യൂറോപ്പിലെ മുസ്ലിം രാജ്യമായ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വംശഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുർക്കിക്ക് പ്രത്യേകമായൊരു കൺസേൺ ഉണ്ട്. അതുകൂടി എർദോഗൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നപ്പോൾ അതിലേക്ക് റഷ്യൻ പ്രതിനിധിയും ചൈനീസ് പ്രതിനിധിയും ഒക്കെ അയച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ അമേരിക്ക അറബ് രാജ്യങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞിരിക്കുന്നതിന് കാരണവും അമേരിക്കയ്ക്ക് നന്നായി അറിയാം. ഇസ്രയേലിനെ പറഞ്ഞു വിലക്കാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ, വെടിനിർത്തൽ കരാർ വയലേറ്റ് ചെയ്യുന്ന ഇസ്രയേലിനെ അടക്കി നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റ് പല വഴികൾ ഉപയോഗിക്കണം എന്ന സംഘടിതമായ നീക്കമാണ് അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.